2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച വർഷമായിരുന്നു. ബോക്സ് ഓഫീസിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ പലതും കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയും സിനിമകൾ കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന കാഴ്ച നമ്മൾ മലയാളികൾ കാണുന്നത്. മഞ്ഞുമൽ ബോയ്സ് 200 കോടി ക്ലബിൽ മുത്തമിട്ട ആദ്യ മലയാള സിനിമയായപ്പോൾ പ്രേമലവും ആവേശവും ആടുജീവിതവും അജയന്റെ രണ്ടാം മോഷണവും മാർക്കോയുമെല്ലാം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ബ്രഹ്മയുഗം, കിഷ്കിന്ധകാണ്ഡം, സൂക്ഷ്മദർശിനി, വാഴ, ഗുരുവായൂർ അമ്പലനടയിൽ, ഓസ്ലർ തുടങ്ങിയവയെല്ലാം മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു. എന്നാൽ 2025 ഇതുവരെ 100 കോടി ക്ലബിലെത്തിയ മലയാള സിനിമ പിറന്നിട്ടില്ല. ഈ വർഷം ഇതുവരെ ഇറങ്ങിയ സിനിമകളുടെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ഏറ്റവും വലിയ പടം വാരിയ ചിത്രം രേഖാചിത്രമാണ്. ആസിഫ് അലി, അനശ്വര രാജൻ ജോഡി ഒന്നിച്ച ഈ സിനിമ ആഗോള കളക്ഷനിൽ 55 കോടി നേടിയെന്നാണ് സാക്നിൽക്ക് വെബ്സൈറ്റ് പ്രകാരം പറയുന്നത്. കിഷ്കിന്ധകാണ്ഡത്തിന് ശേഷം തുടർച്ചയായ രണ്ടാമത്തെ സൂപ്പർ ഹിറ്റാണ് ആസിഫ് അലിക്ക് രേഖാചിത്രത്തിലൂടെ ലഭിച്ചത്. രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. ആഗോളതലത്തിൽ 24.5 കോടി രൂപയാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് ചിത്രം നേടിയത്. കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിലെത്തിയ ഈ സിനിമ അതിവേഗമാണ് 20 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബൊഗെയിൻവില്ലയിലൂടെ ഹിറ്റടിച്ച ചാക്കോച്ചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ മികച്ച പ്രകടനത്തിന് കൈയടി നേടുന്നുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് ബോയ്സ് ആണ്. ഈ സിനിമ ആഗോളതലത്തിൽ ആകെ 19.9 കോടി നേടിയെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മമ്മൂട്ടി കമ്പനിയായിരുന്നു ചിത്രം നിർമ്മിച്ചത്. ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റിയാണ് പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ളത്. 16.5 കോടി രൂപയാണ് ചിത്രം ആകെ കളക്ട് ചെയ്തിരിക്കുന്നത്. 5ാം സ്ഥാനത്ത് 13.8 കോടി രൂപ കളക്ഷൻ നേടിയ ബ്രൊമാൻസ് ആണ്. 2024 നായകനായി എത്തി 7ൽ 6ഉം സൂപ്പർ ഹിറ്റാക്കിയ ബേസിലിന്റെ ഈ വർഷത്തെ ആദ്യ ഹിറ്റാണ് പൊന്മാൻ. 6ാം സ്ഥാനത്തുള്ള ചിത്രം ആഗോളതലത്തിൽ 9.85 കോടി നേടിയെന്നാണ് കണക്ക്. അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വർഷം ഇറങ്ങിയ 2 ചിത്രങ്ങൾ മാത്രമേ മുതൽ മുടക്ക് തിരിച്ചു പിടിച്ച് നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തിട്ടുള്ളൂ. രേഖാചിത്രവും പൊന്മാനുമാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വർഷം ഹിറ്റടിച്ചത്. ടൊവിനോയുടെ ഐഡന്റിറ്റി 30 കോടി ചെലവാക്കി നിർമ്മിച്ചതാണെന്ന് സംഘടന പറഞ്ഞിരുന്നു.